ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ പോളിമറിൽ ഇതുവരെ നോക്കിയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ്, തെർമോസെറ്റിംഗ്, തെർമോപ്ലാസ്റ്റിക്, പിന്നെ കുറേ പോളിമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത്. അതിലെല്ലാ പോളിമറിൻ്റെയും ആപ്ലിക്കേഷൻസ് ആയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PVC വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടെഫ്ലോണിൻ്റെ സ്ലൈഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടുള്ള ഭാഗം തൊട്ടാണ് നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ ടെഫ്ലോൺ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കണ്ട, ഇന്ന് പഠിച്ചത് നോക്കിയാൽ മതി. ഓക്കെ, ടെഫ്ലോൺ മെയിൻലി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ സ്ലൈഡിൽ കാണിച്ചത് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇത് ആണ് നിങ്ങൾ നോട്ടായിട്ട് കീപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ശരി, ഇനി നമുക്ക് ഇന്നുള്ള ടെഫ്ലോൺ, ശരിക്കും ടെഫ്ലോൺ എന്താണെന്നുള്ളത് നോക്കാം. ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാർബൺ ആറ്റം ഉള്ള ഡബിൾ ബോണ്ടഡ് ആൽക്കീൻ അല്ലെ? എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബൺ, ആൽക്കീൻ അല്ലെ ഈൻ എന്ന് പറഞ്ഞാൽ ഹാവിങ് ഡബിൾ ബോണ്ട്. അപ്പൊ ഈഥീനിൽ 4 ഹൈഡ്രജൻ ആറ്റം ആണ് വരാം. അതായത് ഈ കാർബണിന്റെ ഇടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട്, പിന്നെ 4 ഹൈഡ്രജൻസ് ആണ് വരേണ്ടത്. അതിന് പകരം ടെട്രാഫ്ലൂറോ ഈഥീൻ വരും. ടെട്രാഫ്ലൂറോ ഈഥീൻ എന്താണ്? 2 കാർബൺ ആറ്റം, അപ്പം എത്തായി. ഈൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരും, അപ്പൊ ഈഥീനായി. ടെട്രാഫ്ലൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉള്ള 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരുന്നത് 4 ഫ്ലൂറിൻ ആറ്റത്തിലേക്ക് മാറും. ഓക്കെ, അതാണ് ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ ടെട്രാഫ്ലൂറോ ഈഥീൻ പോളിമറൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ കിട്ടും. ഓക്കെ, ഇറ്റ് ഈസ് അബ്രിവേറ്റഡ് ആസ് PTFE. അത് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഹൈഡ്രോഫോബിക് കോട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഹൈഡ്രോഫോബിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ മീൻസ് വാട്ടർ, ഫോബിക് എന്ന് പറഞ്ഞാൽ പേടി, ഫിയറിങ്. അപ്പം വാട്ടർ ഫിയറിങ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത്, അല്ലെങ്കിൽ വാട്ടറിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണമാണ് താമര ഇലയിൽ വീഴുന്ന വെള്ളം. അതെങ്ങനെ ഇരിക്കും? അതൊരു ഡ്രോപ്പ് ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അങ്ങനെയുള്ള ഹൈഡ്രോഫോബിക് ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ആര്? പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ. അതിലുള്ള ആപ്ലിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് വെയറിലുള്ള കോട്ടിങ്, നോൺ സ്റ്റിക്ക് പാൻ നിങ്ങൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ കൗതുകം തോന്നില്ല, കാരണം നിങ്ങൾ ജനിച്ചപ്പോഴേ ഇത് കണ്ട് വളർന്നിട്ടുള്ളവരാണ്. പണ്ടത്തെ തലമുറയ്ക്ക് ആദ്യം ഇത് കണ്ടുപിടിച്ചപ്പോൾ വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം താമരയിലയിൽ വെള്ളം വീഴും പോലെ ഈ നോൺ സ്റ്റിക്ക് പാനിനകത്ത് വെള്ളം വീഴുമ്പം അതിനകത്തൊന്നും പറ്റി പിടിക്കാതിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ ഇതൊരു പോസ്റ്ററാണ്. ഇത് ആദ്യമായിട്ട് ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള ഒരു പാൻ ഇറക്കിയപ്പോൾ ഉള്ള പരസ്യമാണ്. അമേസിംഗ് ന്യൂ കോൺസെപ്റ്റ് ഇൻ കുക്കിംഗ്, നത്തിങ് സ്റ്റിക്സ് ടു ഹാപ്പി പാൻ. ഹാപ്പി പാൻ എന്നാണ് അവരതിന് പേരിട്ടിരുന്നത്. ഇതിൽ എന്ത് വീണാലും ഒന്നും സ്റ്റിക്ക് ചെയ്യില്ല. കാരണം എന്താണ്? ഇതിന്റെ മേൽഭാഗത്ത് ടെഫ്ലോൺ കൊണ്ടുള്ള കോട്ടിംഗ് ഉണ്ട്. ടെഫ്ലോണിന്റെ പ്രത്യേകത എന്താണ്? അത് വെള്ളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് വെള്ളമോ അല്ലെങ്കിൽ എന്ത് കുക്കിംഗ് മെറ്റീരിയൽ വീണാലും ഇതിൽ സ്റ്റിക്ക് ചെയ്യില്ല, ഒട്ടിപ്പിടിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കോട്ടിങ്സ് ഇൻ നോൺ സ്റ്റിക്ക് പാൻ ആൻഡ് അതർ കുക്ക് വെയർ. പിന്നെ ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്ന വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ലോവസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ, നമ്മൾ ഈ പാത്രത്തിനകത്ത് ദോശയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓംലെറ്റോ ഒക്കെ ഇട്ടിട്ട് ഈ തവി കൊണ്ട് അതിനായിട്ട് ഇളക്കുമ്പോൾ സാധാരണ വളരെ വീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് പറ്റും? ഈ ദോശയുടെ കൂടെ ആ കോട്ടിങ് കൂടെ ഇളകി വരും അല്ലേ? അപ്പം ഫുഡ് മെറ്റീരിയലില് ആ കോട്ടിങ് കൂടെ ഇളകി പോരും. പക്ഷെ ടെഫ്ലോണിന് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള വേറൊരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ കൊണ്ട് യാതൊരു വ്യത്യാസവും ഇയാൾ വരില്ല. അതുകൊണ്ട് ഇയാൾ അവിടെ തന്നെ ഇരിക്കും.
ഇയാൾ ഇതിൻ്റെ കൂടെ ഇറങ്ങി വരില്ല. ഫുഡ് മെറ്റീരിയലിൽ ടെഫ്ലോൺ ആവില്ല. പിന്നെ അങ്ങനെ ടെഫ്ലോൺ അളക്കണം എന്ന് വിചാരിച്ച് കുത്തിയാൽ ഇളകി വരും. അല്ലാതെ നോർമൽ പർപ്പസിൽ നമ്മൾ സാധാരണ ഒരു ബലം പ്രയോഗിച്ച് ഈ തവി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും ആക്കിയാലും ടെഫ്ലോൺ ഇളകി വരില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഇറ്റ് ഇസ് ഹീറ്റ് റെസിസ്റ്റന്റ്. ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ടെഫ്ലോൺ കോട്ട് ചെയ്തു, പക്ഷെ അത് 100 ഡിഗ്രിയിൽ ഉരുകി പോകുന്ന മെറ്റീരിയൽ ആണെങ്കിലോ വല്ല ഉപയോഗം ഉണ്ടാ? നമ്മൾ ദോശ ഇടുമ്പം ദോശമാവിന്റെ കൂടെ ഇത് ഉരുകി വരും, കറുത്ത ദോശ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആപ്ലിക്കേഷനും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതാണ് പോളിടെട്രാഫ്ലൂറോയിഡിന്റെ തെർമൽ സ്റ്റെബിലിറ്റി. തെർമൽ എത്ര ഹൈ ടെമ്പറേച്ചർ കൊടുത്താലും, അതായത് നോർമൽ സ്റ്റവിൽ കിട്ടുന്ന ഒരു 400 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ പോലും, അത്രയൊന്നും കിട്ടില്ല എങ്കിൽ പോലും അത്രയും ടെമ്പറേച്ചർ റേഞ്ച് വരെയെങ്കിലും ഈ ടെഫ്ലോണിന് സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പം ടെഫ്ലോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് polytetrafluoroethene where 4 hydrogen atoms of ethene are substituted by 4 fluorine atom and is polymerized to give polytetrafluoroethene. അപ്പോൾ ഇതിന്റെ മോണോമർ എന്താണ്? tetrafluoroethene. And its most widely used application is coating in non-stick pan and other cookware. പിന്നെ ഇന്നത്തെ കാലത്ത് ഒരു ആപ്ലിക്കേഷനും കൂടെ ടെഫ്ലോണിനുണ്ട്. അത് അഡ്വാൻസ്ഡ് സെറാമിക് മെറ്റീരിയലിലും ഉണ്ട്. ആദ്യകാലത്ത് ടെഫ്ലോണും ഉപയോഗിച്ചിരുന്നു. അതെന്ന് പറയുന്നത് ഈ ബസ്സിലൊക്കെ കയറിയ ചില ആൾക്കാരുണ്ട്, അവരുടെ പേര് എഴുതി വെക്കും അല്ലേ, അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ബസ്സിലും ബസ്സിന്റെ പുറത്തും KSRTC ബസ്സിലാണെങ്കിൽ അതിന്റെ പുറത്തൊക്കെ എഴുതി വെക്കും. അപ്പൊ യൂറോപ്പിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുടെ ശല്യം കൂടിയപ്പോൾ അവർ ചെയ്തത് പെയിന്റിന്റെ ഈ കോമൺ ബസ്സിന്റെയൊക്കെ പബ്ലിക് ബസ്സിന്റെയൊക്കെ പെയിന്റ് ഹൈഡ്രോഫോബിക് മെറ്റീരിയൽ കൊണ്ട് പെയിന്റ് അടിച്ചു. അപ്പൊ എന്ത് പറ്റി? ഇവർ എഴുതിയാലും ഒരു പ്രാവശ്യം തുടച്ചു കളയുമ്പോൾ എല്ലാം അങ്ങ് മാഞ്ഞു പോകും. അപ്പൊ ഹൈഡ്രോഫോബിക് പെയിന്റിങ്ങിൽ, ഹൈഡ്രോഫോബിക് സർഫസിൽ, ചുവരിൽ, കോമൺ ഗവൺമെന്റ് ബിൽഡിങ്സിന്റെയൊക്കെ ഔട്ടർ കവറിങ്ങിൽ, അതായത് പുറത്ത് ചുവരിലൊക്കെ ഈ പറഞ്ഞ ഹൈഡ്രോഫോബിക് പെയിന്റിങ് കൊണ്ടാണ് യൂറോപ്പിൽ ഇടക്കാലത്ത് പെയിന്റ് അടിച്ചിരുന്നത്. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ എഴുതി വെക്കും, രാഹുൽ വെറ്റ്സ് ആതിര എന്നൊക്കെ പറഞ്ഞ് ചിലർ എഴുതി വെക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് അങ്ങനത്തെയുള്ള ആപ്ലിക്കേഷനും ഈ പറഞ്ഞ ടെഫ്ലോൺ കൊണ്ട് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് അത് സെറാമിക് മെറ്റീരിയൽ, അഡ്വാൻസ്ഡ് ഹൈഡ്രോഫോബിക് സെറാമിക് മെറ്റീരിയൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ആപ്ലിക്കേഷനും ടെഫ്ലോൺ ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിമർ കെമിസ്ട്രി റെവല്യൂഷണലൈസ് ചെയ്ത ഒരു കണ്ടുപിടുത്തത്തിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് കോൾഡ് ബേക്ക്ലൈറ്റ്. അപ്പം ബേക്ക്ലൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നിയോ ബേക്ക്ലാൻഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പം ഈ ബേക്ക്ലൈറ്റ് ഇറ്റ് ഈസ് പോളിഓക്സി ബെൻസൈൽ മെഥിലിൻ ഗ്ലൈക്കോൾ അൺഹൈഡ്രേറ്റ് and it was the first plastic made from synthetic component. അപ്പോൾ ഇത് നിയോ ബേക്ക്ലാൻഡ് എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ നിയോ ബേക്ക്ലാൻഡ് ഇത് ഉണ്ടാക്കിയപ്പോൾ ഫീനോളും ഫോർമാൽഡിഹൈഡും വെച്ചിട്ടാണ് ബേക്ക്ലൈറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ ഇയാൾക്ക് ബേക്ക്ലൈറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്തെങ്കിൽ പോലും ഒരു ടൈപ്പ് റസിനാണ് കിട്ടിയത്. ഓക്കെ, റസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പശ പോലത്തുള്ള ഒരു സംഭവം. അപ്പം ബേക്ക്ലാൻഡ് വിചാരിച്ച് ഇതിൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ല എന്നും പറഞ്ഞ് ബേക്ക്ലാൻഡ് പിന്നീട് അതിനെ സ്റ്റഡി ചെയ്തില്ല. ഓക്കെ, അപ്പൊ ആദ്യം ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടെ ഒരു പ്രത്യേക ടൈപ്പിൽ റിയാക്ഷൻ ചെയ്തു. അപ്പൊ അയാൾ ഉദ്ദേശിച്ച പോലെ സാധനങ്ങളൊന്നും കിട്ടിയില്ല, ഒരു പശ പോലത്തെ ഒരു മെറ്റീരിയൽ കിട്ടി. അതിനെ അയാൾ എന്ത് ചെയ്തു? അയാൾ അതിനെ ഡിസ്കാർഡ് ചെയ്തു. പിന്നീട് ചാൾസ് ഗുഡിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, നമുക്കറിയാം ഗുഡിയർ ടയർ ഒക്കെ കണ്ടിട്ടില്ലേ? അതേ ചാൾസ് ഗുഡിയർ ഇതേ കണ്ടുപിടുത്തം, അതായത് ഫിനോൾ ഫോർമാൽഡിഹൈഡ് ചെയ്താൽ പണ്ട് ബേക്ക്ലാൻഡ് റിപ്പോർട്ട് ചെയ്ത ഒരു റസിനാണ്, അതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഇതേ റിയാക്ഷൻ ചെയ്ത് നോക്കി. അതായത് ഫിനോളിനെയും ഫോർമാൽഡിഹൈഡിനെയും ഒരു കണ്ടൻസേഷൻ റിയാക്ഷൻ വഴി, it is formed by reaction between phenol and formaldehyde, which is formed from a condensation reaction of phenol with the formaldehyde. അപ്പോൾ ആ കണ്ടൻസേഷൻ റിയാക്ഷൻ ചാൾസ് ഗുഡിയർ ചെയ്ത് നോക്കി.
ചെയ്ത് നോക്കിയപ്പം കിട്ടിയ ഒരു അത്ഭുത വസ്തുവാണ് ബേക്കലൈറ്റ്. അയാൾക്ക് അപ്പം വീണ്ടും ഒരു പശ കിട്ടി. ആ റെസിൻ മെറ്റീരിയലിനെ ചാൾസ് ഗുട്ടിയർ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുകയും അതിന്റെ പ്രോപ്പർട്ടി വളരെ അഡ്വാൻറ്റേജസ് ഉള്ള പ്രോപ്പർട്ടി ആണെന്നും കണ്ടുപിടിക്കുകയും അയാൾ അതിൽ പേറ്റന്റ് എടുക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വളരെ നിസ്സാരമായിട്ട് നമ്മൾ വേണ്ടാന്ന് കരുതുന്ന പല സാധനങ്ങളും പിന്നീട് വളരെ ഉപയോഗത്തിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ കഥ പറഞ്ഞത്. അപ്പൊ ഇതിൽ ബേക്കലൈറ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള റിയാക്ഷൻ നിങ്ങൾ ഓൾറെഡി ഇപ്പം അറിഞ്ഞിട്ടുണ്ട്. എന്താണ്? കണ്ടൻസേഷൻ റിയാക്ഷൻ ഓഫ് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇതാണ് അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ പ്ലസ് ടു ടെക്സ്റ്റിൽ നോക്കിയാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചർ കിട്ടും. ഇത് ശരിക്കും അതിന്റെ എക്സിസ്റ്റൻസ് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു സയൻസ് ടെക്സ്റ്റിനകത്ത് പ്ലസ് ടു ആണോ പ്ലസ് 1 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പാർട്ട് 2 NCERT +1 ഓർ +2 പാർട്ട് 2-നകത്ത് ലാസ്റ്റ് ചാപ്റ്റർ അല്ല, പോളിമേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട്. +1 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പോളിമേഴ്സിനകത്ത് ബേക്കലൈറ്റ് മെൽമാക്ക് ഫോം ചെയ്യുന്നു, പിന്നീട് ബേക്കലൈറ്റ് ഫോം ചെയ്യുന്ന ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് ഫോർമാൽഡിഹൈഡ് ആണ്. ഇനി ഇത് എങ്ങനെയാണ് ആപ്ലിക്കേഷനിലേക്ക് വരിക? The creation of a synthetic plastic was revolutionary for its electrical non-conductivity. പോളിമറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് കണ്ടക്ഷൻ കുറവാണ്. പിന്നീടാണ് കണ്ടക്ടിങ് പോളിമേഴ്സ് കണ്ടുപിടിക്കുന്നതെങ്കിലും ഇതിൽ മെറ്റലോ അല്ലെങ്കിൽ കണ്ടക്ടിങ് ആയിട്ടുള്ള കോൺജുഗേറ്റഡ് ഇലക്ട്രോൺസോ ഫ്രീ ഇലക്ട്രോൺസോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പോളിമേഴ്സ് വെയർ കൺസിഡേർഡ് ടു ബി ഇലക്ട്രിക്കലി ഇൻസുലേറ്റിംഗ്. അപ്പൊ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ആയതുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ, അതായത് ഈ ടെലിഫോണിന്റെ വയറിൽ ഉപയോഗിക്കുന്ന ഇത് ഔട്ടർ കവറിങ്, അതേപോലെ ഇതിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, ഇറ്റ് ക്യാൻ ബി മോൾഡഡ് ടു എനി ഷേപ്പ്. ഇറ്റ് ഇസ് എ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഇയാൾക്ക് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ, അതേപോലെ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററിലെ ഹീറ്റ് റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിച്ചത് ആ വയറിന്റെ ഔട്ടർ കവറിംഗ് ആണ് കേട്ടോ. അതേപോലെ റേഡിയോയുടെ ബോഡി, ടെലിഫോൺ കേസിംഗ്, ഈ ടെലിഫോണിന്റെ കേസിംഗ്, സച്ച് ഡൈവേഴ്സ് പ്രോഡക്ട്സ് ആസ് കിച്ചൺ വെയറിൽ ഞാൻ ഈ പറഞ്ഞ പാൻ, നോൺ സ്റ്റിക് പാനിൽ ഉപയോഗിക്കുന്ന കോട്ടിംഗ് ടെഫ്ലോൺ, അതിന്റെ പിടിയായിട്ട് വരുന്നത്, ഇതിന്റെ ഈ പിടിയായിട്ട് വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബേക്കലൈറ്റ്. ഇത് ബേക്കലൈറ്റ് ആണ്, ഇത് സെറാമിക് ആണ്. അതിന്റെ കോട്ടിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടെഫ്ലോൺ ആണ്. അപ്പൊ അതിന്റെ പിടിയായിട്ട് ഉപയോഗിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. അതുപോലെ ജുവലറി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫൈബർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഗേൾസിന് അറിയാൻ പറ്റും. അവർ ഈ ജുവലറി എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ വാങ്ങിക്കും. അതൊക്കെ ഈ പറഞ്ഞ ബേക്കലൈറ്റ് ആണ്. അതായത് പാനിന്റെ പിടിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ വളരെ വില കൂടി വാങ്ങിക്കുക. അത് പിന്നെ പൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ പണ്ട് കാലത്ത് ഈ ജോസ് പ്രകാശ് ഒക്കെ വലിച്ചുകൊണ്ടിരുന്ന സാധനമില്ലേ, പൈപ്പ്, സിഗരറ്റ് പോലുള്ള സാധനം, അതിന്റെ സ്റ്റെം, പണ്ട് അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റെം ആയിട്ട് ഉപയോഗിക്കുന്ന ബേക്കലൈറ്റ് ആണ്. പിന്നെ ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത് ചിൽഡ്രൻസ് ടോയ്സിൽ ഈ പല വിധത്തിലും ഇയാളെ ഞാൻ പറഞ്ഞില്ലേ, പല രീതിയിൽ ഇയാളെ മോൾഡ് ചെയ്യാൻ പറ്റും ബേക്കലൈറ്റിനെ. തെർമോസെറ്റിംഗ് വൺസ് മോൾഡഡ്, അത് ഫിക്സ്ഡ് ആണെങ്കിൽ പോലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാൻ കഴിവുള്ളത് കൊണ്ട് ചിൽഡ്രൻസ് ടോയ്സ്, ഈ ബിൽഡിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിന്റെ ബോഡി, ഇതെല്ലാം ഈ പറഞ്ഞ ബേക്കലൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഫയർ ആമില് ഉപയോഗിക്കുന്ന ഫയർ ആപ്ലിക്കേഷൻ, ഹീറ്റ് റെസിസ്റ്റന്റ് ആണല്ലോ, അപ്പം ഫയറിൽ ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആവുന്ന ആപ്ലിക്കേഷൻസിലൊക്കെ ഈ പറഞ്ഞ ബേക്കലൈറ്റ് ഉപയോഗിക്കും. അപ്പം ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട് ബേക്കലൈറ്റിന്. അതിൽ 2-3 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ നോൺ കണ്ടക്ടിവിറ്റി ഹീറ്റ് റെസിസ്റ്റന്റും ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററിൽ, റേഡിയോയിൽ, ടെലിഫോൺ കേസിംഗിലും, പിന്നെ കിച്ചൺ വെയർ, ജുവലറി, പൈപ്പ് സ്റ്റെം, ചിൽഡ്രൻസ് ടോയ്സ്, ഫയർ ആംസ്, ഇതിലൊക്കെ ഈ പറഞ്ഞ ബേക്കലൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ബേക്കലൈറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ഇന്ത്യയിൽ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു പോളിമർ ആണ് കെവ്ലാർ. ശരിക്കും ജയലളിതയുടെ കാലത്താണ് കെവ്ലാർ ഇന്ത്യയിലും പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ
ഭയങ്കര ഫേമസ് ആവുന്ന പോളിമർ. ജയലളിത ഇടക്കാലത്ത് വന്ന് ഈ പ്രസംഗമൊക്കെ നടത്തുന്ന ഒരു ചട്ടക്കൂടിനകത്ത് നിന്നായിരുന്നു. നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല എങ്കിലും ജയലളിത പണ്ടത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ വരുമ്പം ഒരു ചട്ടക്കൂടിനകത്ത്, ഒരു ക്യാബിനകത്ത് നിന്നിട്ടാണ് അവർ പ്രസംഗിക്കാറുണ്ടായിരുന്നത്. ആ ക്യാബിൻ എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് ഈ ജീവന് ഭീഷണി ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ക്യാബിനാണത്. ആ ക്യാബിന് ഭയങ്കര വിലയൊക്കെ ആയി. ആ ക്യാബിൻ എന്ന് പറയുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആണ്. വെളിയിൽ നിന്ന് ബുള്ളറ്റ് വന്നാൽ അതിനെ പിയേഴ്സ് ചെയ്ത് അകത്തേക്ക് വരില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ആ കേസിംഗ് ഉണ്ടാക്കിയിരുന്ന സമയത്താണ് കെവ്ലാർ എന്ന് പറയുന്ന പോളിമർ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഭയങ്കര ഫേമസ് ആവുന്നത്. കാരണം ജയലളിതയുടെ ആ ക്യാബിൻ ഉണ്ടാക്കിയിരുന്നത് കെവ്ലാർ വഴിയാണ്. ഓക്കെ, കെവ്ലാർ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജയലളിത എന്ന് കേൾക്കുമ്പോൾ, കെവ്ലാർ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ജയലളിത ഓർമ്മ വരികയും ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള ക്യാബിന്റെ കഥയൊക്കെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ കഥകൾ ആ അർത്ഥത്തിൽ ഓർത്തിരിക്കുക കേട്ടോ. നമ്മൾ പരീക്ഷയ്ക്ക് കെവ്ലാർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതിനെ ഓരോന്നുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഡെയിലി കാണുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുക. ഇപ്പൊ ടെഫ്ലോൺ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഇപ്പം കുക്ക് വെയറിൽ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് കോട്ടിംഗ് ആയിട്ട് ഓർമ്മ വരണം. ബേക്കിലൈറ്റ് എന്ന് കേട്ടാൽ ഈ പറഞ്ഞ ടെലിഫോൺ കേസിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആയിട്ട് ഓർമ്മ വരണം. കെവ്ലാർ എന്ന് പറഞ്ഞാൽ ജയലളിതയുടെ ബുള്ളറ്റ് പ്രൂഫ് ക്യാബിനായിട്ട് ഓർമ്മ വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, കെവ്ലാർ ഉണ്ടാക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം ഫിനൈൽ ഡൈഅമീൻ. രണ്ട് അമീൻ ഗ്രൂപ്പ് ബെൻസിൻ റിങ്ങിനകത്ത് ഇരിക്കുന്നു. അപ്പൊ ഇത് ഫിനൈൽ ഡൈഅമീൻ ആണ്. ആൻഡ് ഡൈഅസൈൽ ബെൻസീൻ, ഇത് അസൈൽ ക്ലോറൈഡ് ആണ്. അസൈൽ ക്ലോറൈഡ്, ഡൈഅസൈൽ ക്ലോറൈഡ്, ബെൻസീൻ. ബെൻസിൻ റിങ്ങിനകത്ത് രണ്ട് അസൈൽ ക്ലോറൈഡ് ഗ്രൂപ്പ്, COCl ഗ്രൂപ്പ് ഇരിക്കുകയാണ്. റിയാക്ഷൻ വേറൊന്നുമില്ല, ഇതിനൊരു ഹൈഡ്രജനും ഇതിനൊരു ക്ലോറിനും കൂടെ HCl ആയിട്ട് എലിമിനേറ്റ് ആയി പോകുന്നു. അപ്പൊ NHCO എന്ന് പറഞ്ഞൊരു ലിങ്കേജ് വരും. ഓക്കെ, അതായത് ഈ NH2ഉം ഈ NH2 ഇരിക്കുന്ന ഒരു ഹൈഡ്രജനും ഈ ക്ലോറിനകത്തിരിക്കുന്ന ഒരു ക്ലോറിനും കൂടെ HCl ആയിട്ട് എലിമിനേറ്റ് ആയി പോകും. ബാക്കി ഇപ്പൊ എന്താണുള്ളത്? NH കണക്റ്റഡ് ടു C ഡബിൾ ബോണ്ട്, അതാണിത്. ഓക്കെ, അമൈഡ് ലിങ്കേജ് ആണ്. പിന്നെ രണ്ട് ബെൻസീൻ റിങ്, പിന്നെ ഇവിടെ ഉള്ള NH2ല് ഇവിടെ ഒരു ഹൈഡ്രജനും ഇപ്പുറത്തിരിക്കുന്ന ഒരു ക്ലോറിൻ ആറ്റവും കൂടെ HCl ആയിട്ട് പോകും. അപ്പൊ ഈ ലിങ്കേജ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. ഇതാണ് റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോളി അമൈഡ്. അമൈഡ് ലിങ്കേജ് ആണിത്. അത് ധാരാളം വന്നാൽ പോളി അമൈഡ് പോളിമർ ആവും. അപ്പം കെവ്ലാർ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പോളി അമൈഡ് പോളിമർ. It is a heat resistant and strong synthetic fiber. Synthetic fiber വളരെ മെക്കാനിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു ടൈപ്പ് പോളിമർ ആണ് കെവ്ലാർ. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അതർ അരോമാറ്റിക് പോളിമേഴ്സ് ലൈക്ക് നോമെക്സ്, ടെക്നോറ എന്നൊക്കെ പറയുന്ന, നോമെക്സ് നിങ്ങൾ ഇനി പഠിക്കും. അങ്ങനെയുള്ള അരോമാറ്റിക് പോളിമറുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് കെവ്ലാറിനുള്ളത്. അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് റേഞ്ചസ് ഫ്രം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അതിന് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. റേഞ്ചസ് ഫ്രം ബൈസൈക്കിൾ ടയറിൽ എവിടെയാണ് കാണുക കെവ്ലാർ കാണുന്നത്? ആ ബൈസൈക്കിൾ ടയറിന്റെ റിമ്മിലിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കെവ്ലാർ ആണ്. ആൻഡ് റേസിംഗ് സെയിൽസ് ടു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ്. അതായത് റേസിംഗ് സെയിൽ എന്ന് പറഞ്ഞാൽ ഈ പായ്ക്കപ്പൽ, ഒളിമ്പിക്സിലൊക്കെ നിങ്ങൾ ഈ പായ്ക്കപ്പലും ഉണ്ട്. ഈ കപ്പലില് ഇങ്ങനത്തെ കപ്പൽ, ഇതിന്റെ കേസിംഗ് എന്ന് പറയുന്നത് കെവ്ലാർ ആണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന വലിയൊരു സെയിൽ പോലത്തുള്ള ഒരു മെറ്റീരിയൽ കാണും. ഈ സെയിലിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കെവ്ലാർ ആണ്. വേറെ മെറ്റീരിയൽ ഉണ്ട്, നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. പിന്നെ ടു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലും വെയിറ്റ് വളരെ കുറവുമാണ്. അതായത് ഡിനോമിനേറ്റർ വളരെ കുറവായാൽ ഈ റേഷ്യോ വളരെ കൂടുതലാവും. അതുകൊണ്ടാണ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് വളരെ കൂടുതലും അതിന്റെ വെയിറ്റ് വളരെ കുറവും. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് കെവ്ലാറിൽ നിന്ന് കിട്ടും. ബൈ ദിസ് മെഷർ ഇറ്റ് ഈസ് 5 times stronger than steel. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം എത്രമാത്രം സ്ട്രോങ് ആണ് ആ ബോഡി എന്നുള്ളത്. ബൈസൈക്കിളിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ കെവ്ലാർ, കാർബൺ ഫൈബർ അങ്ങനെയുള്ള മിക്സ് വെച്ചിട്ടാണ് ബൈസൈക്കിളിന്റെ ഫ്രെയിം ഒക്കെ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇതില് ഇത്രയും ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ടു വെയിറ്റ് റേഷ്യോ കാരണം അതിന്റെ ബൈസൈക്കിൾ ടയറില്, റേസിംഗ് സെയിലില്, ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിലൊക്കെ ധാരാളം ഇയാളെ ഉപയോഗിച്ച് കാണാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സ്യൂട്ടബിൾ ഫോർ മൂണിംഗ് ലൈൻസ്. മൂണിംഗ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൂണിംഗ് ലൈൻസ് ആൻഡ് അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻ. അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡൈവിങ്, സ്കൂബ ഡൈവിങ്ങിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്ന കോട്ട് അല്ലെങ്കിൽ ആ ഗോഗിൾസ്, അതൊക്കെ ഈ പറഞ്ഞ കെവ്ലാർ പോലുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അപ്പം കെവ്ലാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിമർ ആണ്. മെയിൻലി യൂസ്ഡ് ഫോർ ബുള്ളറ്റ് പ്രൂഫ് ആപ്ലിക്കേഷൻ, ടയർ, പിന്നെ ഈ പറഞ്ഞ റേസിംഗ് സെയില്, അണ്ടർ വാട്ടർ ആപ്ലിക്കേഷൻ, മൂണിംഗ് ലൈൻസ്, അതിലൊക്കെ കെവ്ലാർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോമെക്സ് എന്ന് പറയുന്ന ഒരു പോളിമർ നോക്കാം. നോമെക്സ് ഞാൻ ഇവിടെ ബേക്ക്ലൈറ്റ് കെവ്ലാർ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നോമെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നോമെക്സ് ആണ് ഇവിടെ പറയുന്നത്. നോമെക്സ് ഇസ് എ ഫ്ലെയിം റെസിസ്റ്റന്റ് മെറ്റാ അരാമിഡ് മെറ്റീരിയൽ. ഫ്ലെയിം റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അരാമിഡ് എന്ന് പറഞ്ഞാൽ അരോമാറ്റിക് എന്നാണ് അർത്ഥം. അപ്പം മെറ്റാ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ള അരോമാറ്റിക് മെറ്റീരിയലിന് ഉദാഹരണമാണ് നോമെക്സ്. അതിന് സ്ട്രക്ചർ അവൈലബിൾ അല്ല. ഇറ്റ് ഈസ് എ ട്രേഡ് മാർക്ക് പ്രോഡക്റ്റ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ സ്ട്രക്ചർ പെട്ടെന്ന് കിട്ടില്ല. സ്ട്രക്ചർ പഠിക്കണ്ട, നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം നോക്കിയിരിക്കുക. ഫയർ റെസിസ്റ്റന്റ് ആയതുകൊണ്ട്, ഫ്ലെയിം റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഫയർ ഫൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന മെജോറിറ്റി മെറ്റീരിയൽസ് മെയ്ഡ് ഓഫ് നോമെക്സ് ആണ്. ഫയർ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർഫോഴ്സ് ആൾക്കാർ ഇടുന്ന മാസ്ക് മുതൽ ഗ്ലൗസ്, മാസ്ക്, ഈ പറഞ്ഞ ഫയർ റെസിസ്റ്റന്റ് ഗ്ലൗസ്, പിന്നെ ഈ ഇട്ടിരിക്കുന്ന കോട്ട്, ഇതെല്ലാം മെയ്ഡ് ഓഫ് നോമെക്സ് ആണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫയർ ഫൈറ്റേഴ്സ് ആണ്, ഡ്യൂ ടു ഇറ്റ്സ് ഫ്ലെയിം റെസിസ്റ്റന്റ് പ്രോപ്പർട്ടി. ഇത് കത്തൂല, ഇത് സ്വയം ഫ്ലെയിമബിൾ അല്ലാത്ത മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ ഇയാൾ കത്താത്തത് കൊണ്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മെയിൻലി ഫയർ ഫൈറ്റിംഗ്. പിന്നെ മിലിറ്ററി ഏവിയേഷൻ എന്ന് പറഞ്ഞാൽ എയർഫോഴ്സിന്റെ ആപ്ലിക്കേഷൻസിൽ, വെഹിക്കിൾ റേസിംഗ് ഇൻഡസ്ട്രി, ഫെറാറി പോലുള്ള കാറിന്റെ ബോഡി, കാരണം അത് പെട്ടെന്ന് കത്തില്ലല്ലോ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയാൽ ആ ബോഡി കത്തരുത്, അതുകൊണ്ട് വെഹിക്കിൾ റേസിംഗ് ഇൻഡസ്ട്രി. അതേ ആപ്ലിക്കേഷൻ ആണ് ഇവിടെയും കേട്ടോ. മിലിറ്ററി ഏവിയേഷനിൽ എന്തെങ്കിലും അപകടം പറ്റി ആ ഫ്ലൈറ്റ് വന്ന് തറയിൽ വീണാലും ആ ബോഡി കിടന്ന് കത്തരുത്, അതുകൊണ്ടാണ് ഫ്ലെയിം റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അവിടെ ഉപയോഗിക്കുന്നത്. യൂസ് നോമെക്സ് ടു ക്രിയേറ്റ് ക്ലോത്തിങ് ആൻഡ് എക്യുപ്മെന്റ് ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇന്റൻസ് ഹീറ്റ്. വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ മാത്രമല്ല, ഇറ്റ് ഇസ് നോട്ട് ഫ്ലെയിമബിൾ, അത് കത്തൂല, സ്വയം കിടന്ന് കത്തൂല, അത് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. റേസിംഗ് കാർ ഡ്രൈവറും ഈ പറഞ്ഞ പോലെ അവരുടെ ബോഡി, നിങ്ങൾക്ക് അറിയാം, പണ്ടത്തെ ഒരു ആക്സിഡന്റിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സേന എന്ന് പറയുന്ന ഒരാൾ, ജോൺ സേന അല്ലേ, അയാളുടെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പുള്ളി മരിച്ചത് ഈ പറഞ്ഞ നമ്പർ 1 ഷൂമാക്കറിന് തൊട്ട് മുമ്പുള്ള നമ്പർ 1 ഡ്രൈവർ ആയിരുന്നു. പക്ഷെ പുള്ളി ഈ പറഞ്ഞ ആക്സിഡന്റിൽ ഈ പൊള്ളിയൊക്കെയാണ് മരിച്ചു പോയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ആക്സിഡന്റിന് ശേഷമൊക്കെയാണ് ഇങ്ങനെ ഫ്ലെയിം റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ വേണം എന്ന് ആൾക്കാർ പറഞ്ഞതും. അങ്ങനെ റേസിംഗ് കാർ ഡ്രൈവേഴ്സ് ഡ്രൈവിംഗ് സ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്നത് നോമെക്സ് കൊണ്ടുള്ള ക്ലോത്തിങ് ആണ്. ആൻഡ് അതർ ഫയർ റിട്ടാർഡന്റ് മെറ്റീരിയൽസ് അലോങ് വിത്ത് നോമെക്സ് ഗ്ലൗ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റേസിങ്ങിന് പോകുന്നതിന് മുമ്പ് നാരായൺ കാർത്തികേയനൊക്കെ ഇടുന്ന വേഷം, അതിൽ ആ ഡ്രൈവിംഗ് സൂട്ട് എന്ന് പറയുന്നത് നോമെക്സ് കൊണ്ടിട്ടുള്ളതാണ്. നോമെക്സ് ഗ്ലൗ നോമെക്സ് കൊണ്ടിട്ടുള്ളതാണ്. പിന്നെ ലോങ് അണ്ടർവെയർ, അതായത് നമ്മൾ ഇടുന്ന പാൻസ്, അവരിടുന്ന ഈ പാൻസ് എന്ന് പറയുന്നത് നോമെക്സ്. നോർമൽ ക്ലോത്തിങ് അല്ല അവർ ഉപയോഗിക്കുക, ഇതെല്ലാം ഫയർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക. പിന്നെ ബാലക്ലാവ, സോക്സ്, ഹെൽമെറ്റ് ലൈനിങ്, ഷൂസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ പറഞ്ഞ ഫുൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനം. നമ്മൾ ഈ ഫയർ ഫൈറ്റേഴ്സ് ശരിക്കും ഇങ്ങനെ നമ്മൾ വരുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഫയർഫോഴ്സുകാർ ഫയറിലേക്ക് എടുത്ത് ചാടുമ്പം അവരുടെ ഒരു ഭാഗം പോലും എക്സ്പോസ്ഡ് ആയിരിക്കില്ല, എല്ലാം കവേർഡ് ആയിരിക്കും. ഇവിടെ ഈ മുഖം മുതൽ ഉപ്പൂറ്റി വരെ ഫുൾ ഭാഗവും കവേർഡ് ആയിരിക്കും. ആ കവറിങ് ഫയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നത് നോമെക്സ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. പിന്നെ നോമെക്സ് പേപ്പർ എന്ന് പറഞ്ഞ പുതിയൊരു സാധനമുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ലാമിനേറ്റ് സച്ച് ആസ് സർക്യൂട്ട് ബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന പേപ്പർ. ആ ഒരു ബേസ് എന്ന് പറയുന്നത് നോമെക്സ് പേപ്പർ ആണ്. ആൻഡ് ട്രാൻസ്ഫോമർ കോർ
നമ്മൾ പണ്ട് നേരത്തെ സൂപ്പർ കപ്പാസിറ്ററിന് അവിടെ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു സൂപ്പർ കപ്പാസിറ്ററിൽ പോളിപ്രോപ്പീൻ ഉപയോഗിക്കുന്ന പറഞ്ഞാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ഇരിക്കുന്ന ബോർഡ്, ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നോമെക്സ്, അതും സ്വയം കത്താൻ പാടില്ലല്ലോ. മാത്രമല്ല ഇലക്ട്രിക്കൽ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കുമ്പോൾ ധാരാളം ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും ഇവരെന്ത് ചെയ്യും, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇവിടെ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അവിടെയൊക്കെ നോമെക്സ്, ഇവിടെയൊക്കെ നോമെക്സ് ആണ് ഉപയോഗിക്കുക. അതേപോലെ ട്രാൻസ്ഫോമർ, ഇതേപോലെ വേറൊരു സാധനമാണ് ട്രാൻസ്ഫോമർ, ഫിസിക്സുകാർക്ക് അറിയാം. അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുന്നത് നോമെക്സ് ആണ്. പിന്നെ ഫയർ പ്രൂഫ് ഹണികോം സ്ട്രക്ചേഴ്സ് വേർ ഇറ്റ് ഇസ് സാച്ചുറേറ്റഡ് വിത്ത് ഫിനോളിക് റെസിൻ. അപ്പൊ നമ്മൾ നോമെക്സ് ആസിഡ് ഉപയോഗിക്കില്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ ഫിനോളിക് റെസിനുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവര് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പോളിമർ നോക്കാം. ലാസ്റ്റ് പോളിമർ, നമുക്ക് ഈ പോളിമറും കൂടെ നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് കോൾഡ് ലെക്സാൻ. ലെക്സാൻ എന്ന് പറയുന്നത് വൈഡ്ലി യൂസ്ഡ് പോളികാർബണേറ്റ് ആണ്. നിങ്ങൾ ധാരാളം കാണുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പോളിമറാണ് ലെക്സാൻ. ലെക്സാൻ എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് പോളികാർബണേറ്റ് പോളിമർ. പോളികാർബണേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? CO3 2-. ഇവിടെ നോക്കുകയാണെങ്കിൽ C ഇവിടെ ഉണ്ട്, O2. ഓക്കെ, ഇവിടെ ഒരു ഓക്സിജൻ കൂടെ വരുമ്പോൾ CO3. അങ്ങനെയുള്ള കാർബണേറ്റ് ഫാമിലിയിൽ വരുന്ന പോളിമർ ആണ്, പോളികാർബണേറ്റ് ഫാമിലിയിൽ വരുന്ന ആളാണ് ലെക്സാൻ. ഇറ്റ് ഈസ് എ thermoplastic polymer containing carbonate group. Carbonate എന്ന് പറഞ്ഞാൽ CO3 2- in their chemical structure. ഇവിടെ C ഉണ്ട്, ഇവിടെ O ഉണ്ട്, ഇവിടെ O ഉണ്ട്. അടുത്ത തൊട്ട് അഡ്ജസന്റ് ആയിട്ട് EO ഇവിടെ വരും അല്ലെ, ഇതൊരു യൂണിറ്റ് ആണ്. അടുത്ത യൂണിറ്റ് ഇവിടെ വരുമ്പോൾ O ആണ് കണക്ഷൻ, അതാണ് CO3. ആ CO3 യൂണിറ്റ് ഉള്ളത് കൊണ്ട് നമ്മളതിനെ പോളികാർബണേറ്റ് എന്നാണ് പറയാം. അതിന്റെ റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ഈ പറഞ്ഞ Hഉം Cl കൂടെ കണ്ടൻസ് ചെയ്ത് പോകും, വേറെ റിയാക്ഷൻസ് ഒന്നുമില്ല ഇതില്. ഈ ഇരിക്കുന്ന സ്ട്രക്ചർ കണ്ടോ, ബെൻസീൻ റിംഗ്, 2 ബെൻസീൻ റിംഗ്, CH3CH, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഈ ഓയിൽ ഇരിക്കുന്ന ഹൈഡ്രജനും ഇപ്പുറത്ത് വരുന്ന ഈ മോളിക്യൂൾ Cl കൂടെ കണ്ടൻസ് ചെയ്ത് ഇവിടെ O മാത്രമാവും. അപ്പൊ ഇവിടെ O ബെൻസീൻ റിംഗ്, 2 CH3 ബെൻസീൻ റിംഗ്, ഇവിടെ ഉള്ള Oയും അവിടെ തന്നെ ഉണ്ട്. ഈ H Cl കൂടെ HCl ആയിട്ട് കണ്ടൻസ് ചെയ്ത് പോകും. ബാക്കി അപ്പൊ എന്തുണ്ട്? O C ഡബിൾ ബോണ്ടോ കണക്ഷൻ. ഈ Cl പോയി, Cl അഡ്ജസ്റ്റ് അപ്പുറത്ത് വരുന്ന ഈ മോളിക്യൂൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് പോയി. അങ്ങനെ വരുന്ന സ്ട്രക്ചർ ആണ് ലെക്സാനിന്റെ സ്ട്രക്ചർ. It is a group of thermoplastic polymer containing carbonate group in their chemical structure. പിന്നെ they are used in engineering. Are strong, വളരെ സ്ട്രോങ് ആണ്, ടഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അതായത് എന്തെങ്കിലും മെക്കാനിക്കൽ ഫോഴ്സ് വന്നാൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള മെറ്റീരിയൽ ആണ്. ആൻഡ് ഹൈ ക്വാളിറ്റി, അല്ലെങ്കിൽ ആൻഡ് സം ഗ്രേഡ്സ് ആർ ഒപ്റ്റിക്കലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. അതുകൊണ്ടാണ് അതിനെ ഗോഗിൾ, വെള്ളത്തിനടിയിൽ ചാടുമ്പം ഗോഗിളായിട്ട് ഉപയോഗിക്കുന്ന, കണ്ണാടിയായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കണമല്ലോ, അതിന് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ ലെക്സാൻ ആണ്. They are easily worked, molded and thermoformed. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മോൾഡ് ചെയ്യാം, തെർമോഫോം ചെയ്യാനും പറ്റും. പക്ഷെ ഇയാൾക്ക് തെർമൽ സ്റ്റെബിലിറ്റി കുറവാണ്. ഹെൻസ് ഇറ്റ് ഇസ് എ തെർമോപ്ലാസ്റ്റിക് പോളിമർ. തെർമോപ്ലാസ്റ്റിക് ആണ്. അപ്പൊ ഇയാള് ഇതിൽ ചൂടടിച്ചാൽ എന്ത് പറ്റും? ഇയാൾ ഉരുകിപ്പോവും. മനസ്സിലായോ? ശരി, അതാണ് അയാളുടെ ഡ്രോബാക്ക്. ബിക്കോസ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് പോളികാർബണേറ്റ് ഫൈൻഡ് മെനി ആപ്ലിക്കേഷൻസ് ലൈക്ക് ഈ ബോട്ടിൽ. ഈ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ? ഡ്രിങ്കിങ് വാട്ടർ ബോട്ടിൽ, വലിയ ക്യാനിൽ വരുന്ന ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഡിസ്പെൻസറിലൊക്കെ കണക്ട് ചെയ്യുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ലെക്സാൻ. അതേപോലെ ചിലയിടത്ത് നിങ്ങൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് മേലെ ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഹൗസ് കണ്ടിട്ടുണ്ടാവും. ഈ ഊട്ടിയിലൊക്കെ പോവാണെങ്കിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ ചൂട് കുറഞ്ഞ സ്ഥലത്ത് സൺലൈറ്റ് വരികയും ആ സൺലൈറ്റ് ഇതിനകത്ത് നിൽക്കുകയും വേണം. അപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മൊത്തം സെറ്റപ്പ് വേണം. നമ്മളെ പോലെ ഫുൾ അടച്ചിട്ട് ചുവര് പാടില്ല, എല്ലാ സൈഡിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് വരണം. അങ്ങനെയുള്ള സെറ്റപ്പ് ഗ്രീൻ ഹൗസസിലൊക്കെ ഉപയോഗിക്കുന്ന പോളിമർ എന്ന് പറയുന്ന ലെക്സാൻ ആണ്. അതേപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സി ഡി ഇസ് മേഡ് അപ്പ് ഓഫ് ലെക്സാൻ. അപ്പൊ നിങ്ങൾ ഡേ ടു ഡേ യൂസിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ വരുന്നത് ഈ പറഞ്ഞ ലെക്സാൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും സിന്തറ്റിക് റബ്ബർ തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കി ഏതൊക്കെ പോളിമർ ആണ്? മേഡ് അപ്പ് ഓഫ് ടെഫ്ലോൺ, ബേക്കലൈറ്റ്, കെവ്ലാർ, നോമെക്സ്, ലെക്സാൻ. 5 പോളിമറിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നോക്കിയത്. അപ്പൊ നിങ്ങൾ എനിക്ക് ഒരു അസൈൻമെന്റ് എഴുതി തരണം.
ഇന്ന് വെള്ളിയാണ്. നാളെ ശനിയാഴ്ച രാത്രി 9 മണിക്കകത്ത് നിങ്ങൾ എനിക്ക് ഈ പറഞ്ഞ 5 പോളിമറിന്റെ ആപ്ലിക്കേഷൻസ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് മിനിമം 4 പോയിന്റ് വരുന്ന രീതിയിൽ എനിക്ക് എഴുതി അയച്ചു തരാം. അതായത് ആപ്ലിക്കേഷൻസ് ഓഫ് ബേക്കലൈറ്റ് 1 ഇൻ ഇലക്ട്രിക് സ്വിച്ചസ്, അങ്ങനെ 4 പോയിന്റ് വെച്ച് എനിക്ക് ഈ 5 പോളിമറിന്റെ 20 പോയിന്റ് ഉള്ള ഇതായിട്ട് എനിക്ക് അസൈൻമെന്റ് എഴുതി വെക്കുക. ഈ അസൈൻമെന്റ് എഴുതുന്നത് പേപ്പറിൽ എഴുതി വെക്കുക. കോളേജ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഹാർഡ് കോപ്പി ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ക്ലാസ്, അതേപോലെ റോൾ നമ്പർ, ഇത് 3 സെപ്പറേറ്റ് ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നാളെ രാത്രി 9 മണിക്കകത്ത് ഞങ്ങൾ 22 പേരും എനിക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതുവരെയുള്ള അസൈൻമെന്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് തുടർന്നും സബ്മിറ്റ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഈ മോഡ്യൂൾ തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി.